അടിയന്തരാവസ്ഥ കാലത്ത് JNUവിനെ വിറപ്പിച്ച വിദ്യാർത്ഥി നേതാവ്, സംഘപരിവാറിന്റെ അധികാരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച വിപ്ലവകാരി, 1952 മുതൽ 2024 വരെ നീണ്ടുനിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭ ജീവിതമായിരുന്നു സീതാറാം യെച്ചൂരി. മദ്രാസിൽ ജനിച്ച് ഹൈദരാബാദിൽ വളർന്ന യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ഡൽഹിയിൽ നിന്നാണ്. പോരാളികൾക്കും പോരാട്ടങ്ങൾക്കും അടിത്തറ പാകിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും 1975 അടിയന്തരാവസ്ഥക്കാലം JNUവിൽ വിദ്യാർത്ഥിയായിരിക്കെ യെച്ചൂരി പോരാട്ടം നയിച്ചു. ഒളിവിൽ പോയി, പിന്നീട് അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു വർഷത്തിനിടെ 3 തവണ JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി കോമ്രേഡ് സീതാറാം തെരഞ്ഞെടുക്കപ്പെട്ടു. JNUവിനെ ഒരു ഇടതുപക്ഷ കോട്ടയാക്കിയതിൽ യെച്ചൂരിക്ക് നിർണായക പങ്കുണ്ട്. 1984 സീതാറാം യെച്ചൂരി CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1992 14-ാം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലേക്കും 2015 വിശാഖപട്ടണത്തെ 21-ാം പാർട്ടി കോൺഗ്രസിൽ CPIMന്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2018-ലും 2022-ലും യെച്ചൂരി വീണ്ടും ജനറൽ സെക്രട്ടറിയായി. 2005 മുതൽ 2017 വരെ രാജ്യസഭാ MP ആയിരുന്ന യെച്ചൂരി ഒരു മികച്ച പാർലമെന്റേറിയൻ കൂടിയായിരുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയ പ്രോജക്റ്റുകളെ പറ്റി അടക്കം 1 ഡസനിലധികം പുസ്തകങ്ങളും രചിച്ചു. 1996-ലെ യുണൈറ്റഡ് ഫ്രണ്ട്, 2004-ലെ UPA സഖ്യം, 2023-ൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യം. ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള മികച്ച രാഷ്ട്രീയ സഖ്യങ്ങളുടെ മുഖ്യ ശില്പികളിൽ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. CPMലെ കോൺഗ്രസ് അനുകൂലി എന്ന് പഴികേട്ടപ്പോൾ അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവർ BJP അനുകൂലികളാകുമോ എന്നായിരുന്നു യെച്ചൂരിയുടെ മറുചോദ്യം. എക്കാലത്തും മതേതര ജനാധിപത്യ സഖ്യങ്ങൾ രൂപീകരിച്ച പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുക മാത്രമായിരുന്നു യെച്ചൂരിയൻ ഇടതുപക്ഷ ശൈലി. റെഡ് സല്യൂട്ട്. വി വിൽ മിസ് യു കോമ്രേഡ്.